ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം അനിമി സ്റ്റോറീസ്. അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ദി ഫ്രാഗ്രന്റ് ഫ്ലവർ ബ്ലൂംസ് വിത്ത് ഡിഗ്നിറ്റിയുടെ 4ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുന്നത് റിൻഡാരോ എഴുന്നേറ്റ് ഫോൺ നോക്കുകയാണ്. ഞാൻ ഇന്ന് വളരെ നേരത്തെ എഴുന്നേറ്റു, കാരണം ഇന്നാണ് വഗൂരിയും റിൻഡാരോയും കൂടിയിട്ട് ശനിയാഴ്ച പഠിക്കാൻ പോവാന്ന് പറഞ്ഞില്ലേ, ആ ദിവസം. അങ്ങനെ റിൻഡാരോ ട്രെയിനില് അസാഗി സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അവിടെ ഉള്ളവര് റിൻഡാരോന്റെ പൊക്കം കണ്ടിട്ട് നോക്ക്, ആ മനുഷ്യൻ എന്തൊരു ഹൈറ്റാന്ന് എന്ന് പറഞ്ഞ് റിൻഡാരോനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് യാത്രക്കാര്. റിൻഡാരോ ഇങ്ങനെ മനസ്സിൽ കരുതിക്കൊണ്ടിരിക്കുകയാണ്, ഞാനിന്ന് വഗൂരിനെ കാണാൻ പോവാണ്. എന്റെ ഡ്രസ്സൊക്കെ ഓക്കെ അല്ലേ, ഒന്നും വിയേർഡായിട്ട് തോന്നുന്നൊന്നും ഇല്ലല്ലോ. ഈ യാത്രയിൽ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ 1000 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്നെന്തോ ഇതൊക്കെ കാണുമ്പോ ഞാൻ ആദ്യമായിട്ട് കാണുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ റിൻഡാരോ സ്റ്റേഷനിൽ എത്തിയിട്ട് ഞാൻ ഒരുപാട് നേരത്തെയാണ് വന്നതെന്ന് പറഞ്ഞിട്ട് സ്റ്റേഷന്റെ വെളിയിൽ ഇറങ്ങുമ്പോഴത്തേനും അതിലും നേരത്തെ വഗൂരി അവിടെ വന്ന് നിന്ന് റിൻഡാരോനെ കാത്തു നിൽക്കുമായിരിക്കും. അപ്പൊ വഗൂരി റിൻഡാരോനെ കണ്ടവിടെ ഹായ് റിൻഡാരോ എന്ന് പറയാണ്. സോറി, നീ ഒരുപാട് നേരമായി വന്നിട്ടെന്ന് ചോദിക്കുകയാണ്. ഇല്ല, ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ്. എല്ലാം ഓക്കെ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ എനിക്കെന്തോ ചെറിയ നെർവസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഫോർമലായിട്ടൊന്നും അല്ലല്ലോ സംസാരിക്കുന്നേ എന്നൊക്കെ ചോദിക്കുവാണ് വഗൂരി. എന്നിട്ട് റിൻഡാരോ വഗൂരിനെ നോക്കിയിട്ട് അവളെ കാണാൻ എന്ത് ക്യൂട്ടാ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുവാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ ഒരു കഫേയിൽ പോയിരുന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ് പഠിക്കുന്നതിന്റെ മുമ്പേ. വഗൂരി പതിവ് പോലെ ആഹാരം നല്ല ഹാപ്പിയിൽ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുകയാണ്. റിൻഡാരോ അത് നോക്കിയിരിക്കുമ്പോഴത്തേനും വഗൂരി, നീയും കഴിക്കും റിൻഡാരോ, ഫുഡ് ആറിപ്പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ അവര് ഫുഡൊക്കെ കഴിച്ചിട്ട് പഠിക്കാനിരിക്കുവാണ്. വഗൂരി ഇരുന്നിട്ട് നിനക്ക് ഏത് സബ്ജക്റ്റാ പഠിക്കേണ്ട, ഏതാ നിനക്ക് കഷ്ടമായിട്ട് തോന്നുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ റിൻഡാരോ, എനിക്ക് മാത്സ് ആണ് കുറച്ച് കുഴപ്പമായിട്ട് തോന്നുന്നത്. അപ്പൊ അവള് എന്നാ ശരി, നമുക്ക് മാത്സ് പഠിക്കാം. നിനക്ക് ഏത് പാർട്ടാണ് ഡൗട്ട് എന്ന് പറയാൻ ഞാൻ നിനക്ക് പറഞ്ഞുതരാന്ന് പറയാണ്. എന്നിട്ട് അവൻ ഈ പാർട്ട് എന്ന് പറഞ്ഞു വരുമ്പോഴത്തേനും അവള് റിൻഡാരോന്റെ അടുത്തേക്ക് വന്നിട്ട് രണ്ടുപേരുടെ ഫേസും അടുത്തടുത്ത് വന്നിങ്ങനെ മുട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്യാപ്പ് ഉള്ളപ്പോഴത്തേനും അവർ രണ്ടുപേരും ഫേസിലോട്ട് നോക്കിയിട്ട് പെട്ടെന്ന് അവരെ സീറ്റിൽ പോയി ഇരിക്കുകയാണ്. എന്നോട് ക്ഷമിക്ക്, ഞാൻ കുറച്ച് അടുത്തേക്ക് വന്നു പോയി, അത് കുഴപ്പമില്ല. അങ്ങനെ പിന്നെ അവരിരുന്ന് പഠിക്കാൻ തുടങ്ങുവാണ്. അപ്പൊ റിൻഡാരോ ഇങ്ങനെ മനസ്സിൽ, റിൻഡാരോ നീ ഫോക്കസ് ചെയ്യ്, എന്റെ ഹാർട്ട് ഇടിക്കുന്നത് എനിക്ക് തന്നെ കേൾക്കണ്ടല്ലോ ദൈവമേ. അങ്ങനെ അവരവിടെ ഇരുന്ന് നല്ല രീതിക്ക് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കഫേയിൽ വന്നവരൊക്കെ ഫുഡ് കഴിച്ചിറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞ് വഗൂരി, നീ എന്നോട് പറഞ്ഞില്ലേ ഇപ്രാവശ്യം എന്തായാലും തോക്കാൻ പാടില്ലാന്ന്, അതിനെന്താ റീസൺ എന്ന് ചോദിക്കുവാണ്. അതെന്റെ സ്കൂളിൽ സ്പോർട്സ് ഫെസ്റ്റിവൽ വരുന്നുണ്ട്. ഞാൻ അഥവാ തോറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ റീ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ പോകണം. എനിക്ക് ഈ വർഷമെങ്കിലും ഫ്രണ്ട്സിന്റെ ഒപ്പം സ്പോർട്സ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ്. എനിക്കറിയാം ഇതൊരു ചപ്പ റീസൺ ആണെന്ന്, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നി. അപ്പൊ വഗൂരി ഇരുന്നിട്ട് അതൊന്നും കുഴപ്പമില്ല, ഇത് നല്ല റീസൺ തന്നെ ആണല്ലോ. നീ നിന്റെ ഫ്രണ്ട്സിനെ ഒക്കെ നന്നായി തന്നെ സ്നേഹിക്കുന്നുണ്ട് അല്ലേ. ആ സമയം റിൻഡാരോ വെള്ളം കുടിച്ചോണ്ടിരിക്കുകയായിരിക്കും. ഇവളുടെ ചോദ്യം കേട്ട ഉടനെ അവിടെ ഇരുന്ന് ചുമക്കാൻ തുടങ്ങി. എന്നിട്ട് അവൻ ചോദിക്കാണ്, നീ എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? അപ്പൊ വഗൂരി, ഞാനും എന്റെ ഫ്രണ്ട്സിനെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് സബാരു. ഞാനും അവളും ചെറുപ്പം തൊട്ട് മുതലുള്ള അടുപ്പമാണ്. അവളെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാരും തെറ്റിദ്ധരിക്കും, പക്ഷെ അവള് വളരെ കൈൻഡ് ആയിട്ടുള്ള പെൺകുട്ടിയാണ്. അവൾക്ക് ചെറുപ്പം മുതലേ ബോയ്സുമായിട്ട് ബാഡ് എക്സ്പീരിയൻസ് നിറയെ ഉണ്ട് അവൾക്ക്. അവൾ അത് കാരണം നിറയെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നീ സബാരുവിനെ അങ്ങനെയൊന്നും ജഡ്ജ് ചെയ്തിട്ടില്ല. അതെനിക്ക് വളരെ ഇഷ്ടായി. അതിന് ഒരുപാട് നന്ദിയുണ്ട് നിന്റെ അടുത്ത്. നമ്മള് സംസാരിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ സംസാരിച്ചോണ്ടേ ഇരിക്കും. നമുക്കിനി കുറച്ചു നേരം പഠിക്കാം. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ പിന്നെയും പഠിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ റിൻഡാരോ ഇങ്ങനെ എന്റെ മനസ്സിൽ പിന്നെ ആ വാം ഫീലിംഗ് അനുഭവിക്കുകയാണല്ലോ. അങ്ങനെ നല്ല വൈകുന്നേരം ആവുകയാണ്. അവര് പഠിച്ചു കഴിഞ്ഞ് ആ കഫേന്ന് അങ്ങനെ വെളിയിൽ വന്ന് നടന്നുകൊണ്ടിരിക്കുവാണ്. വഗൂരി, നമ്മൾ ഒരുപാട് പഠിച്ചു എന്ന്. അപ്പൊ റിൻഡാരോ, എന്റെ ഡിക്കി ഗ്ലൂ വെച്ച് ഡെസ്കിൽ ഒട്ടിച്ചു വെച്ച പോലെ ഉണ്ട്. അപ്പൊ വഗൂരി, ഒരുപാട് നേരം ഇരുന്ന് പഠിക്കണം, പക്ഷെ അപ്പപ്പോ ബ്രേക്കും എടുക്കണം, അപ്പൊ ഇങ്ങനെയൊന്നും പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ അവര് തിരിച്ച് സ്റ്റേഷനിലെത്തും. റിൻഡാരോ വഗൂരിന്റെ അടുത്ത് താങ്ക്സ് പറയാണ് എന്നെ സഹായിച്ചതിന്. വഗൂരി അതൊന്നും കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് അവള് പ്രിപ്പയർ ചെയ്ത ഒരു ബുക്ക് എടുത്ത് റിൻഡാരോയ്ക്ക് കൊടുക്കുവാണ്. അതിൽ അവന്റെ എക്സാമിനുള്ള കീ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആയ വിഷയങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ റിൻഡാരോയ്ക്ക് സന്തോഷവും ഷോക്കും എല്ലാം കൂടെ ഒരുമിച്ചായിട്ട്, അപ്പൊ നിനക്ക് പഠിക്കാനോ? അതൊന്നും കുഴപ്പമില്ല, നീ നന്നായി പഠിച്ച എക്സാമിന് പാസ്സായിട്ട് സ്പോർട്സ് ഫെസ്റ്റിവലിന് ജോയിൻ ചെയ്യ,
ഇരിക്ക്. അവിടെ നടക്കുന്ന രസകരമായ കാര്യങ്ങളൊക്കെ നീ എന്നോട് പറ. എന്റെ ട്രെയിന് വരാൻ സമയമായി, ഞാൻ പൊയ്ക്കോട്ടെ. പെട്ടെന്ന് റിൻഡാരോ വഗൂരിനെ വിളിച്ചിട്ട് നന്ദിയുണ്ട്, എക്സാം നന്നായിട്ട് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് വഗൂരി അവിടുന്ന് പോവാണ്. അപ്പൊ റിൻഡാരോ എന്തായാലും എക്സാമിന് ഫെയിൽ ആകാൻ പാടില്ല, എന്തായാലും നന്നായിട്ട് തന്നെ പഠിക്കണം. ട്രെയിനിൽ പോകുമ്പോ ഇതിരുന്ന് റിവിഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവൻ 2 സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കുമ്പോഴത്തേനും അവന്റെ ബാഗ് പിടിച്ചിട്ട് പിന്നിൽ വലിക്കുകയാണ്. അപ്പൊ ഇത് ആരാന്ന് പറഞ്ഞ് റിൻഡാരോ തിരിഞ്ഞു നോക്കുമ്പോഴത്തേനും നമ്മുടെ സബാരു ആയിരിക്കും. എനിക്ക് നിന്റെ അടുത്തൊന്ന് സംസാരിക്കണം, നിനക്ക് സമയമുണ്ടോ എന്ന് ചോദിക്കുകയാണ് സബാരു. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ ഒരു കോഫി ഷോപ്പിൽ പോയി ഇരിക്കുവാണ്. അപ്പൊ കോഫി കുടിക്കുന്ന അല്ലാണ്ട് അവളൊന്നും സംസാരിക്കുന്നില്ല അവന്റെ അടുത്ത്. റിൻഡാരോയ്ക്ക് ആകെ ടെൻഷനായിട്ട് ഇരിക്കുവാണ്, ഇവൾ എന്താണ് സംസാരിക്കാൻ പോകുന്നതെന്ന് ആലോചിച്ചിട്ട്. എന്നിട്ട് സബാരു എടുത്ത ഉടനെ നീ കരൂക്കോന്റെ ബോയ് ഫ്രണ്ട് ആണോ? അത് കേട്ട ഉടനെ റിൻഡാരോ അവന്റെ കയ്യിൽ തന്നെ കോഫി ഒഴിക്കുകയാണ് ടെൻഷനില്. അപ്പൊ അവ അയ്യോ പൊള്ളി എന്ന് പറയുമ്പോഴത്തേനും സബാരു ഒരു കർച്ചീഫ് എടുത്ത് കൊടുക്കുവാണ് അവന്. എന്നിട്ട് റിൻഡാരോ താങ്ക് യു എന്ന് പറഞ്ഞ ആ കർച്ചീഫ് വാങ്ങിച്ചിട്ട്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ടതിൽ വെച്ച് ഈ പ്രാവശ്യം അവള് വളരെ ഡിഫറെന്റ് ആയിട്ടാണ് എന്റെ അടുത്ത് പെരുമാറുന്നത്, അവക്ക് എന്തായാലും എന്നോട് വെറുപ്പൊന്നുമില്ല. എന്നിട്ട് സബാരു അവിടെ ഇരുന്നിട്ട്, ഞാൻ നിന്റെ പേര് ഇതുവരെയായിട്ടും ചോദിച്ചില്ല, നിന്റെ പേരെന്താണ്? എന്റെ പേര് റിൻഡാരോ തുസ്മുഗി, എന്റെ പേര് സബാരു ഹോസിന, ഞാൻ കരുക്കോന്റെ ക്ലാസ്മേറ്റ് ആണ്. അപ്പൊ പെട്ടെന്ന് റിൻഡാരോ ഒരു ദിവസം വഗൂരി ചിഡോരി സ്കൂളിന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് പ്രശ്നം ഉണ്ടായില്ലേ, അത് പെട്ടെന്ന് ഓർമ്മിക്കുകയാണ്. നന്നായി സബാരു അന്ന് അവിടെ വരാത്തത്, വന്നിരുന്നെങ്കിൽ വലിയ പുകിലായിരുന്നേനെ. അങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് റിൻഡാരോ. അല്ല, ഞാൻ ചോദിച്ച ചോദ്യത്തിന് നീ ആൻസർ പറഞ്ഞില്ല, നീ കരുക്കോന്റെ ബോയ് ഫ്രണ്ട് ആണോ? അപ്പൊ റിൻഡാരോ അല്ല, എന്നാ പിന്നെ ആരാണ് നീ അവക്ക്? അപ്പൊ റിൻഡാരോ ഇരുന്നിങ്ങനെ ആലോചിക്കാണ്, അവൾ എന്റെ ഫ്രണ്ട് ആണോ അതോ എന്റെ കസ്റ്റമർ ആണോ, എന്താ ഞാനിപ്പോ പറയാ? അപ്പൊ സബാരു, നിങ്ങൾ ഇപ്പോഴാണോ ഒരുമിച്ച് കാണാൻ തുടങ്ങിയത്? അതെ. അപ്പൊ പിന്നെ കാര്യങ്ങൾ കുറച്ചും കൂടെ എളുപ്പമായിട്ട് നടക്കും, നീ ഇനി കരുക്കനെ കാണാൻ പാടില്ല എന്ന് പറയാണ് സബാരു. അപ്പൊ ഇവന് ആകെ ടെൻഷൻ ആവുകയാണ്. അതിന് കാരണം ഞാൻ ചിഡോരിയിൽ പഠിക്കുന്നോണ്ടാണോ? അതെ. ഇപ്പൊ റിൻഡാരോ, ഞാൻ ചിഡോരിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും ഞാൻ മോശമായിട്ടുള്ള ഒരാളല്ല, ചിഡോരിയിൽ പഠിക്കുന്ന എന്റെ ഒരു തെറ്റുമല്ല, എനിക്കറിയാം നീ ബാഡ് ആയിട്ടുള്ള ഒരാളല്ല. ഞാൻ ലൈബ്രറിയിൽ വെച്ച് നിങ്ങളെ കണ്ടപ്പോ നിന്നോട് നിന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് വളരെ റൂഡായിട്ടാണ് ഞാൻ സംസാരിച്ചത്, അതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഞാൻ അന്ന് അങ്ങനെ പെരുമാറിയത് ചിഡോരിയിൽ നിങ്ങൾ പഠിക്കുന്നു എന്നുകൊണ്ട് മാത്രമല്ല, എനിക്ക് പൊതുവെ ആണുങ്ങളെ ഇഷ്ടമല്ല. ഞാൻ വഗൂരിനെ നിന്റെ ഒപ്പം വെച്ച് കണ്ടപ്പോ ഞാൻ പേടിച്ചു. അപ്പൊ റിൻഡാരോ എന്തിനെന്ന് ചോദിക്കുവാണ്. കിക്കിയോ സ്കൂളിലുള്ള ആരെങ്കിലും നിങ്ങളെ രണ്ടുപേരെ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ എന്താ നടക്കുക എന്നറിയോ? അതെന്നെ കൊണ്ട് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. ചിഡോരി സ്കൂളിനെ കിക്കിയോയിലുള്ള സ്റ്റുഡൻസ് മാത്രമല്ല, അതിനെ കഴിഞ്ഞും ഞങ്ങളുടെ ടീച്ചേഴ്സ് വെറുക്കുന്നുണ്ട്. വഗൂരി സ്കോളർഷിപ്പ് കിട്ടിയിട്ട് വന്ന ഒരു കുട്ടിയാണ്, അവളെ പോലുള്ള ഒരാള് ചിഡോരിയായിട്ട് ബന്ധമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും. അപ്പൊ റിൻഡാരോ സബാരുവിന്റെ അടുത്ത് ചോദിക്കുകയാണ്, നീ എന്തിനാ ഇത്രമാത്രം വഗൂരിന്റെ കാര്യത്തിൽ കെയർ ചെയ്യുന്നേ? അങ്ങനെ അവര് സംസാരിച്ചിരിക്കുമ്പോഴത്തേനും ഒരു ചെറിയ കുട്ടി അവിടെ ഓടി വരുവാണ്, ഓടി വന്ന് താഴെ വീഴും. അപ്പൊ സബാരു പെട്ടെന്ന് ആ കുട്ടീന്റെ അടുത്ത് ഓടിപ്പോവാണ്, അവനെ പതുക്കെ എഴുന്നേൽപ്പിച്ചിട്ട് അവൻ എന്റെ ബൊമ്മ ബൊമ്മ എന്ന് പറയുമ്പോഴത്തേനും അവന്റെ ബൊമ്മ അടുത്തുണ്ടാവും, അതെടുത്ത് അവള് കൊടുക്കുവാണ്. എന്നിട്ട് ആ ചെറിയ ചെറുക്ക സബാരുവിനെ നോക്കിയിട്ട് നിങ്ങളുടെ മുടി കാണാൻ എന്ത് ഭംഗിയാ. എന്നിട്ട് ആ ചെറുക്കന്റെ അമ്മ ആദ്യം നീ താങ്ക്സ് പറയടാന്ന് പറയുവാണ്. അങ്ങനെ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് അവരവിടുന്ന് പോവും. അപ്പൊ സബാരു റിൻഡാരോ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാണ്, എന്തുകൊണ്ടാണ് വഗൂരിനെ ഇത്രയായിട്ട് കെയർ ചെയ്യുന്നതെന്ന്. അവളും ചെറുപ്പത്തിൽ ഇതാണ് എന്റെ അടുത്ത് പറഞ്ഞിരുന്നത്. അങ്ങനെ സബാരു ചെറുപ്പത്തിലായിരുന്നപ്പോ അവളുടെ മുടി കണ്ടിട്ട് എല്ലാ ചെറുക്കന്മാരും അവളെ കളിയാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അവള് വിഷമം സഹിക്കാൻ പറ്റാണ്ട് കരഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേനും ആ സമയത്ത് എനിക്ക് വേണ്ടി നിന്ന ഒരേ ഒരാള് വഗൂരിയാണ്. അവള് അവരുടെ മുമ്പിൽ വന്ന് നിന്നിട്ട്, ഡാ എനിക്ക് ആ മുടി കണ്ടിട്ട് നല്ല ഭംഗിയായിട്ടാണ് തോന്നണേ. അങ്ങനെ ആ ചെറുക്കന്മാർ അവിടുന്ന് ഓടിപ്പോവും. വഗൂരി അവളെ നോക്കി ഇങ്ങനെ ചിരിക്കുണ്ടാവും. ആ സംഭവം ഞാൻ ഒരിക്കലും മറക്കില്ലാന്ന് സബാരു അവന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കരൂക്കോ എന്റെ ഹീറോയാണ്, അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾ ഒരുമിച്ചാണ്. അപ്പൊ റിൻഡാരോ എനിക്കറിയാം, വഗൂരി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവള് ഇതൊക്കെ നിന്നോട് പറഞ്ഞോ? പെട്ടെന്ന് അവള് ദേഷ്യപ്പെടുവാണ്. നിനക്ക് അവളെ പറ്റി ഒന്നും അറിയില്ല റിൻഡാരോ, നിനക്ക് അവളെ പറ്റി ശരിക്കും ഒന്നും അറിയില്ല. അവള് കിക്കിയോയിൽ പഠിക്കാൻ വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയോ? അവളെ കൊണ്ട് എല്ലാം മാനേജ് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി അവള് ഡൗൺ ആവുന്നത് കാണാൻ എന്നെ കൊണ്ട് പറ്റില്ല. അവൾ എനിക്ക് വേണ്ടി ഒരുപാട് ലൈഫിൽ ചെയ്തു തന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ അതൊക്കെ സ്വീകരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. അവള് ഒരു ദിവസം ഇതറിഞ്ഞ എന്നെ വെറുക്കും, പക്ഷെ എനിക്ക് കരുക്കോന്റെ സന്തോഷം പ്രൊട്ടക്ട് ചെയ്തേ പറ്റുള്ളൂ. എന്നിട്ട് അവളിങ്ങനെ തല കുമ്പിട്ടിട്ട്, സോ പ്ലീസ് കരുക്കോനെ ഇനി തൊട്ട് നീ കാണാൻ വരരുത്. പെട്ടെന്ന് റിൻഡാരോ ഇത് കേട്ടതും വഗൂരിനെ ഓർക്കുവാണ്. വഗൂരി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. എനിക്ക് കൂടുതലായിട്ട് നിന്നെ അറിയാൻ
ചെയ്യണം റിൻഡാരോ എന്ന് പറഞ്ഞതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർമ്മ വരുവാണ്. എന്നിട്ട് റിൻഡാരോ എന്നോട് ക്ഷമിക്കണം, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് കേട്ടിട്ട് സബാരുവിനും ഭയങ്കര സങ്കടാവുകയാണ്. എനിക്ക് തോന്നി വഗൂരി റിൻഡാരോയും ആ കഫേയില് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് പഠിച്ചുകൊണ്ടിരിപ്പുണ്ടാവില്ലേ, അത് സബാരു നേരത്തെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അവരവിടെ വളരെ സന്തോഷിച്ചായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അത് സബാരുവിന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരുവാണ്. എനിക്ക് തോന്നി ഇത് തന്നെയായിരിക്കും നിങ്ങളുടെ ആൻസർ എന്ന്. റിൻഡാരോയ്ക്കും വളരെ സങ്കടമായിട്ടുണ്ടാവും. സബാരു അവിടെ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുവാണ്. കുറെ സമയം കഴിഞ്ഞിട്ട് റിൻഡാരോ എഴുന്നേറ്റ് പോയിട്ടുണ്ടാവും. സബാരു ആ കോഫി ഷോപ്പിൽ തന്നെ ഇരിക്കുവാണ്. ഞാൻ എന്താ ഇവിടെ ചെയ്യുന്നേ? എന്നിട്ട് റിൻഡാരോ ട്രെയിനിൽ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവനിന്ന് പഠിച്ചതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ അവന് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. റിൻഡാരോന് സബാരു പറഞ്ഞതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നോണ്ടിരിക്കുവാണ്. അപ്പൊ ഒരു സ്റ്റേഷൻ എത്തും. രണ്ട് ചെറിയ പെൺപിള്ളേര് കയറി വരുവാണ്. അവർക്കിരിക്കാൻ സീറ്റ് ഒന്നും ഉണ്ടാവില്ല. അവരിങ്ങനെ ചുറ്റിയും പറ്റിയും നോക്കുമ്പോഴത്തേനും റിൻഡാരോ എണീറ്റ് സീറ്റ് കൊടുക്കുവാണ് പതിവ് പോലെ. എന്നിട്ട് ആ രണ്ട് പെൺപിള്ളേരും റിൻഡാരോന്റെ അടുത്ത് പോയിട്ട്, ഒരു മിനിറ്റ്, ഞങ്ങള് നിങ്ങളോട് താങ്ക്സ് പറയാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ലൈബ്രറിയിൽ വെച്ച് ഞങ്ങൾക്ക് സീറ്റ് ഒഴുകി തന്നില്ലേ? അപ്പൊ റിൻഡാരോയ്ക്ക് ഓർമ്മ വരും, ഓ അന്നോ? അപ്പൊ ആ രണ്ട് പെൺപിള്ളേര്, ഞങ്ങള് അന്ന് പ്രോപ്പറായിട്ട് താങ്ക്സ് പറയാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞങ്ങളിപ്പോ താങ്ക്സ് പറയാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് അവൻ, നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? അപ്പൊ ആ രണ്ട് കുട്ടികൾ പേടിച്ചിട്ട്, ഞങ്ങൾ നന്നായിട്ട് പഠിക്കും, എന്തേലും കുഴപ്പമുണ്ടോന്ന് ചോദിക്കുവാണ്. അപ്പൊ റിൻഡാരോ വളരെ കൈൻഡ് ആയിട്ട്, അങ്ങനെയൊന്നുമില്ല, നിങ്ങളെ സഹായിച്ചതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, ശരി എന്നാന്ന് പറഞ്ഞിട്ട് റിൻഡാരോ അവിടെ നിന്ന് പോവാണ്. എന്നിട്ട് ആ രണ്ട് പെൺപിള്ളേരെ അവിടെ വന്നിട്ട്, ഓ ആ ചേട്ടൻ എന്ത് സൂപ്പർ നൈസ് ആണ്. എന്നിട്ട് റിൻഡാരോ ട്രെയിനിന്റെ കതവിന്റെ അടുത്ത് വന്ന് നിന്നിട്ട് ആ രണ്ട് കുട്ടികൾ വന്ന് താങ്ക്സ് പറഞ്ഞത് ഓർക്കുവാണ്. അവര് വളരെ നല്ല കുട്ടികളാണെന്നാ തോന്നുന്നത്. പെട്ടെന്ന് അവന് വഗൂരിനെ ഓർമ്മ വരും. ചെറിയ ചെറിയ കാര്യങ്ങൾക്കും വഗൂരി അവന്റെ അടുത്ത് താങ്ക്സ് പറയുണ്ടാവില്ലേ, അതിങ്ങനെ ഓർത്തോണ്ടിരിക്കുവാണ്. വഗൂരി എന്ത് നല്ല പെൺകുട്ടിയാണ്, സബാരുവിനെ ചെറിയ വയസ്സിൽ പോയി പ്രൊട്ടക്ട് ചെയ്തൊക്കെ എന്നെ കൊണ്ട് ഇമാജിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ സബാരുവിന്റെ അടുത്ത് വഗൂരിനെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ അവളുടെ അടുത്ത് പറയാൻ കാരണം? പക്ഷേ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ച് റിൻഡാരോ വളരെ സാഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അങ്ങനെ അവരുടെ മിഡ് ടൈം എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അവരുടെ ക്ലാസ് മാഷ് വന്നിട്ട് മാത്സിന്റെ ടെസ്റ്റ് പേപ്പർ കൊടുക്കാൻ വേണ്ടി വന്ന് നിൽക്കുമായിരിക്കും. എന്നിട്ട് സാർ അവിടെ നിന്നിട്ട്, ഉസാമി, തുസ്മുഗി, നിങ്ങൾ രണ്ടുപേരും ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ അവരുടെ ക്ലാസ് മൊത്തം സെലിബ്രേഷൻ മോഡിലേക്ക് പോവാണ്. എല്ലാവർക്കും വളരെ സന്തോഷം. റിൻഡാരോ 50ന്റെ മേലെ മാർക്ക് എടുത്തിരിക്കുവാണ്. അപ്പൊ നട്സുവ ആയോട്ടെ അവിടെ നിന്നിട്ട്, ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, വളരെ മിറാക്കിൾ ആയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ നിപ്പണ്ടായിരിക്കും. അങ്ങനെ അവിടെ അവരെ ഇരുത്തിയിട്ട് ക്ലാസ്സിലുള്ള പിള്ളേരെ തന്നെ ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുവാണ്. ഉസാമി, നിനക്കിപ്പോ എന്താ മനസ്സിൽ തോന്നുന്നത്, നീ പറയ്. അപ്പൊ അവനവിടെ ഇരുന്നിട്ട്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ എനിക്കിപ്പോ പറയാൻ സാധിക്കുന്നില്ല എന്ന് പറയുവാണ്. തുസ്മുഗി, നിനക്ക് എന്താ പറയാനുള്ളത്? അപ്പൊ റിൻഡാരോ, എനിക്ക് വളരെ സന്തോഷം എന്ന് പറയുമ്പോ ക്ലാസ് മൊത്തം ഹാപ്പി ആയി കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പൊ വേറെ രണ്ടുപേരും അവിടെ തോറ്റിട്ട് കരഞ്ഞുകൊണ്ടിരിപ്പുണ്ടായിരിക്കും. നിങ്ങളും ഞങ്ങളെ മറന്നൂലേ? അങ്ങനെ ക്ലാസ് മാഷ് വരെ കരയാണ് ഇവര് ജയിച്ചതില്. അങ്ങനെ ഉസാമി റിൻഡാരോ നട്സുവയ്ക്ക് താങ്ക്സ് ഒക്കെ പറയുവാണ്, കഷ്ടപ്പെട്ട് പറഞ്ഞു തന്നേന്. അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുമ്പോഴത്തേനും അയോട്ട അവിടെ ഇരുന്നിട്ട്, നട്സുവയ്ക്ക് തന്നടക്കാണ് മെയിൻ. അങ്ങനെ അവരെല്ലാരും സന്തോഷിച്ചിരിക്കുവാണ്. എന്നിട്ട് റിൻഡാരോ ആ പേപ്പർ നെറ്റിയിൽ ഇങ്ങനെ പിടിച്ചിട്ട്, ഞാൻ ഇത്രയും ഹാപ്പി ആയിട്ട് ഞാൻ ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല, ഞാൻ എന്തായാലും വഗൂരിക്ക് താങ്ക്സ് പറയണം എന്ന് പറഞ്ഞ് അവൻ ഫോൺ എടുക്കുവാണ്. പെട്ടെന്നാണ് സബാരു പറഞ്ഞത് ഓർമ്മ വരുന്നത്. അവള് സ്കോളർഷിപ്പ് ഉള്ള കുട്ടിയാണ്, ചിഡോരി സ്കൂളുമായി അവൾക്ക് ബന്ധമുണ്ടെന്ന് അറിഞ്ഞാ അവൾക്ക് എന്താണ് ആ സ്കൂളിൽ സംഭവിക്കുന്നതെന്ന് പറയാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞത് പെട്ടെന്ന് അവൻ ഓർക്കുവാണ്. അപ്പൊ അവന് വളരെ സങ്കടമായിട്ട് അവൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. ആ സമയം ക്ലാസ്സിലുള്ള പിള്ളേര് കളിച്ചോണ്ടിരിക്കുമ്പോഴത്തേനും റിൻഡാരോ ഇരിക്കുന്ന ഡെസ്ക് തട്ടിയിടുവാണ്. സോറി റിൻഡാരോ, ഞാൻ അറിയാണ്ട് തട്ടിയതാന്ന് പറയുവാണ്. അപ്പൊ അവന്റെ ബുക്കുകൾ ഇങ്ങനെ താഴെ വീണോണ്ടിരിപ്പുണ്ടായിരിക്കും. അതില് പെട്ടെന്ന് അപ്പൊ ഒരു ബുക്ക് താഴെ വീഴുമ്പോഴത്തേനും എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുവാണ് സൂക്ഷിച്ച്. റിൻഡാരോ എഴുന്നേറ്റിട്ട്, നട്സുവാ, നിനക്ക് എന്തേലും പറ്റിയോ എന്ന് പറഞ്ഞു വരുമ്പോഴത്തേനും, കരയുക്കയോ? റിൻഡാരോ, എന്താണിത്? അത് നമ്മുടെ വഗൂരി റിൻഡാരോയ്ക്ക് കൊടുത്ത നോട്ടായിരിക്കും. അതിലൊരു സ്റ്റിക്കി നോട്ടില് ഗുഡ് ലക്ക് വിത്ത് യുവർ എക്സാംസ് കരൂക്കോ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടാവും. അത് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.